ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സ്ട്രോമാന്തേ ട്രയോസ്റ്റാർ അല്ലെങ്കിൽ സ്ട്രോമാന്തേ താലിയ ട്രയോസ്റ്റാർ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ഇതിന് വളരെ ആകർഷകമായിട്ട് നമുക്ക് തോന്നുന്നത് ഇതിൻ്റെ ഇലകളാണ്. ഇലകളുടെ നിറമാണ്, നിറഭേദങ്ങളാണ്. അതായത് അതിൻ്റെ സൺലൈറ്റ് കിട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ ഇലകളുടെ നിറം മാറി മാറി വരും. ചിലപ്പം ക്രീം, അതുപോലെ ഗ്രീൻ, വൈറ്റ്, പിങ്ക്. ഇതിൻ്റെ ഇല കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ 3 നിറങ്ങളാണ് മാറി മാറി ഈ ഇലകൾക്ക് വരുന്നത്. ഇതൊരു വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. അതിൻ്റെ നിറങ്ങൾ വളരെ അട്രാക്റ്റീവാണ്. ഇതിൻ്റെ ഒരു നേറ്റീവ് എന്ന് പറയുന്നത് ബ്രസീലിയൻ റെയിൻ ഫോറസ്റ്റിലാണ് ഈ ചെടി ആദ്യമായിട്ട് കാണപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ച ഒരു ചെടിയായിരുന്നു. ഇതിൽ നിന്ന് ഞാൻ ഒരുപാട് ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ആ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റും വളരെ ഈസി ആയിട്ട് നമുക്കിത് എങ്ങനെ ഇതിൻ്റെ ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് ലിൻസീസ് ലിങ്ക് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൽ നിന്ന് ഞാൻ തൈ വളരെ പതുക്കെ ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വേരധികം പൊട്ടിപ്പോകാത്ത രീതിയിൽ എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും കുറച്ച് വേരൊക്കെ ഉണ്ട്. ഇത് കുഴപ്പമില്ല, ഇത് നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ പറ്റും. ഒട്ടും വേരില്ലാത്തത് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഇത്രയും വേരൊക്കെ മതി ഈ ചെടി പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ചെടി മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത്. ഓക്കെ, ഇതിൻ്റെ ഒരു തൈ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് നടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിൻ്റെ പോട്ടിംഗ് സോയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു റിച്ച് ആയിട്ടുള്ള വളങ്ങൾ ചേർത്ത് വേണം ഇത് നമുക്ക് നടാൻ വേണ്ടിയിട്ട്. അന്നേരം ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് ഞാനിവിടെ എന്തൊക്കെയാണ് മിക്സ് ചെയ്ത് എടുത്തേക്കുന്നത് ആദ്യം തന്നെ ഒന്ന് പറഞ്ഞു തരാം. മണ്ണ്, അതുപോലെ കൊക്കോപ്പിറ്റ്, ഒരു പിടി എല്ലുപൊടി, ഒരു പിടി നമ്മുടെ കടലപ്പിണ്ണാക്ക്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് എടുത്തേക്കുന്നത്. ഓക്കെ, മണ്ണെടുക്കാൻ നേരം ചുവന്ന മണ്ണെടുക്കുകയാണെങ്കിൽ വളരെ നല്ലത്. അന്നേരം ഇത്രയും കാര്യങ്ങൾ ചേർത്താണ് ഇതിൽ ഞാൻ ഈ ഒരു മിക്സ് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല പൊടിയായിട്ടുള്ള മിക്സ് വേണം നമ്മളിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുക്കാനായിട്ട്. ഞാൻ ഈ പോട്ടിലേക്ക് ഈ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ ചട്ടിക്കകത്ത് ഹോളുണ്ടോ എന്ന് ആദ്യം തന്നെ നോക്കണം. ഹോളില്ല എങ്കിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അന്നേരം വെള്ളം നമ്മൾ ഒഴിക്കുന്ന എക്സസ് വാട്ടർ അത് ഡ്രെയിൻ ആയി പോകും. ഇല്ല എങ്കിൽ വെള്ളം ചട്ടിയിൽ കെട്ടിക്കിടന്ന് നമ്മുടെ ചെടിയുടെ വേര് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ ഇടയാകും. അതുകൊണ്ട് തന്നെ ചട്ടി ആദ്യം എടുക്കുമ്പോൾ തന്നെ അതിൽ ഹോളുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം പോട്ടിംഗ് മിക്സ് ഇതേപോലെ നമ്മൾ നിറച്ചു കൊടുക്കുക. അതിനുശേഷം അതിന് നടുക്കായിട്ട് ചെറിയൊരു കുഴി ഉണ്ടാക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത തൈ നട്ടുവെക്കുക. തൈ നമ്മൾ പിഴുത് മറ്റതിൽ നിന്ന് എടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ പിഴുതെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് വേരൊന്നും മുറിയാതെ തന്നെ കിട്ടും. അന്നേരം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാനിപ്പം ചെടി ഇവിടെ നട്ട് കഴിഞ്ഞു. നട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്. ഇതിൻ്റെ വേരൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഒരു ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാകും. ഓക്കെ, പിന്നെ നിങ്ങൾ വാട്ടറിങ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചെടിക്ക് ഒരുപാട് വെള്ളമൊന്നും വേണ്ട. മുകൾ ഭാഗം നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രമേ ഇനി നിങ്ങൾ അടുത്ത പ്രാവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും. ഓക്കെ, ചെടി ഇപ്പം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ്. ഇത് നമ്മൾ തണലത്ത് തന്നെ വെക്കുക, അല്ലെങ്കിൽ ഇൻഡോർ വെക്കുന്ന പ്ലാന്റ് ആണിത്. ഓക്കെ, ഇൻഡോർ വെക്കുക, അല്ലെങ്കിൽ ഒരുപാട് വെയിലൊന്നും അടിക്കാത്ത സ്ഥലത്ത് വെക്കുന്നതാണ് ഈ ചെടിക്ക് നല്ലത്. അതായത് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് ഈ ചെടിക്ക് വേണ്ടത്. ഇൻഡയറക്റ്റ് സൺലൈറ്റ്, അതായത് എന്നാൽ ലൈറ്റ് കിട്ടുകയും വേണം. ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് സൺലൈറ്റ് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ചെടികളുടെ ഇലകളുടെ നിറമൊക്കെ മാറി മാറി നേരത്തെ പറഞ്ഞ പോലെ ക്രീം, ഗ്രീൻ, വൈറ്റ്, പിങ്ക്, അങ്ങനെ പല നിറങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ട് ആ ചെടിയുടെ ഇല നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കും നിറയെ പിങ്ക്, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ്. അതുപോലെ മറ്റതിൻ്റെ നോക്കുകയാണെങ്കിൽ ഗ്രീന്, 3 കളറ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇലകളുടെ നിറം ഇങ്ങനെ മാറി മാറി വരും.
വളരെ ആകർഷകമായിട്ടുള്ള ഒരു പ്ലാന്റാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വളമൊക്കെ ഇട്ട് കൊടുക്കുക. അതായത് എല്ലുപൊടിയോ കുറച്ച് കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്ന ചെടിയുടെ ആരോഗ്യത്തിനെ പ്രൊമോട്ട് ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വളർന്നു വരികയും പുതിയ തൈകൾ ഉണ്ടാകാനും ഇലകൾ വരാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഈ ചെടിക്ക് വളരെ നല്ലതാണ്. ഈ ചെടി തന്നെ ഞാൻ നമ്മുടെ തറയിൽ നട്ടത് ഞാനൊന്ന് കാണിച്ചു തരാം. അത് നട്ട് കുറേ തൈകളായി വന്നിട്ടുണ്ട്. അതും കൂടെ കാണിച്ചു തരാം. ഉണ്ട്, ഇത്രയും തൈകൾ ഞാൻ ഒരു ചെടി അതായത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ചെടി നട്ടാണ് ഇത്രയും തൈകൾ ഉണ്ടായിരിക്കുന്നത്. ഡേ ടൈമിലൊക്കെ നമുക്ക് ഈ ചെടി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഇലകളുടെ മുകൾ ഭാഗം മാത്രമേ കാണത്തുള്ളൂ. ഈ സ്ട്രോമാന്തേ ട്രയോസ്റ്റാർ എന്ന് പറയുന്ന ഈ ചെടിയെ പ്രെയർ പ്ലാന്റിൻ്റെ ഫാമിലിയിൽപ്പെട്ട ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ ചെടിയുടെ ഇല അങ്ങ് മടങ്ങും. എന്നിട്ട് നമുക്ക് ഈ ഇലയുടെ അടിഭാഗം ഒരു പിങ്ക് നിറമാണ് ഈ ചെടിയുടെ ഇലയുടെ അടിഭാഗം. അന്നേരം ആ പിങ്ക് നിറമാണ് ഈവനിങ്ങിലൊക്കെ കാണാൻ സാധിക്കുന്നത്. വളരെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ആ അടിഭാഗം പിങ്ക് ഭാഗം കാണാനായിട്ട്. വെയിൽ കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ നടാൻ പറ്റിയ ചെടിയാണ് ഇത്. കുറച്ച് പേര് എന്നോട് ചോദിച്ചായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ നല്ലപോലെ സൺലൈറ്റ് കിട്ടാത്ത ഏരിയയാണെന്ന്. അന്നേരം അവർക്കൊക്കെ വളർത്താൻ പറ്റിയ ചെടിയാണിത്. ഇതിന് ഒരുപാട് സൺലൈറ്റ് വേണ്ട, മോർണിംഗ് സൺലൈറ്റ് മാത്രം കുറച്ച് കിട്ടിയാൽ മതിയായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടാൻ പറ്റിയതാണ് ഇത് വെച്ചേക്കുന്നിടത്ത് കുറച്ച് ഷെയ്ഡുള്ളൊരു സൈഡാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നട്ടത്. ഇതിന് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ്, പക്ഷേ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് വേണം. അങ്ങനെയുള്ളൊരു സ്പേസ് നോക്കി വേണം നിങ്ങൾ ഈ ചെടി നടുകയാണെങ്കിലും നടാൻ വേണ്ടിയിട്ട്. നല്ലൊരു സ്റ്റൈലിംഗ് പ്ലാന്റായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. ഇൻഡോറിൽ വെക്കുമ്പോൾ ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്പേസ് നോക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തായിട്ട് ഒരു ബെൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസീസ് ലിങ്ക്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.